നമസ്കാരം. ഇന്ത്യയെ ഏതു തരത്തിലും പ്രകോപിപ്പിക്കാനുള്ള നീക്കങ്ങൾ ചൈന അടുത്തടുത്തായി നടത്തി വന്നിരുന്നു. എന്നാൽ അതിനൊരു ഇടവേളയുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും മറ്റു രാജ്യങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലേക്കും മറ്റൊരു പ്രശ്നം സൃഷ്ടിക്കാനായി ചൈന ശ്രമിക്കുന്നു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കം ഇതുവരെയും പരിഹരിച്ചിട്ടില്ല. അത് വളരെ ഗുരുതരമായി തുടരുന്നതിനിടയിൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ച് ചൈന ഒരു നീക്കം നടത്തിയതാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വാർത്ത. സിക്കിം അതിർത്തിക്ക് 150 കിലോമീറ്റർ അകലെ ചൈന പുതിയ പോർവിമാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നു. ഈ നടപടിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം രോക്ഷാകുലരാക്കിയിരിക്കുന്നത്. മെയ് 27 ഉപഗ്രഹ ചിത്രത്തിലാണ് ചൈന സിക്കിം അതിർത്തിയിൽ നിന്നും 150 കിലോമീറ്റർ അകലെ അത്യാധുനിക J-20 ജെറ്റുകൾ അടക്കമുള്ളവ വിന്യസിച്ചിരിക്കുന്നത്. ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ വിവരം പ്രതിരോധ മന്ത്രാലയം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനീസ് വ്യോമസേനയുടെ 6 J-20 ജെറ്റുകളാണ് ടിബറ്റിലെ ഷിഗേറ്റ്സിലെ സൈനിക സിവിലിയൻ വിമാനത്താവളത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൽ പ്രതികരണമൊന്നും തന്നെ ഇന്ത്യൻ വ്യോമസേനാ വൃത്തങ്ങൾ നൽകിയിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ചൈനയുടെ പക്കൽ തന്നെയുള്ള ഏറ്റവും അത്യാധുനിക പോർവിമാനം ഏതെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ഇപ്പോൾ J-20 എന്നറിയപ്പെടുന്ന ഫൈറ്റർ ജെറ്റുകൾ സിക്കിം അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നവ. ചൈനയുടെ കിഴക്കൻ പ്രവിശ്യകളിലാണ് സാധാരണയായി ഈ പോർവിമാനങ്ങളെ സൂക്ഷിക്കാറുള്ളത്. പക്ഷേ എന്തുകൊണ്ട് ഈ മേഖലയിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദുരൂഹമായിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 12,000 അടിയിൽ അധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളത്തിൽ കൂടിയാണ് ഈ പോർവിമാനങ്ങളെ ചൈന എത്തിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ റഫേൽ പോർവിമാനങ്ങൾ ചൈനയുടെ J-20 പോർവിമാനങ്ങളുടെ ബദൽ തന്നെയാണ്. അതിന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വിമാനങ്ങളാണ്. നിലവിൽ 8 റഫേൽ വിമാനങ്ങൾ അമേരിക്കൻ വ്യോമസേനയ്ക്കൊപ്പം സംയുക്ത സൈനിക അഭ്യാസം നടത്തുന്നതിന്റെ ഭാഗമായി അമേരിക്കയിലാണ്. J-20 യുദ്ധവിമാനത്തിന്റെ പ്രവർത്തനത്തോടെ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ പ്രവർത്തനക്ഷമമാക്കുന്ന ലോകത്തിലെ 3ാമത്തെ രാജ്യമായി ചൈനയും മാറിയിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്. ഈ ജെറ്റുകൾ സെൻസറുകളുടെ ഒരു നിര തന്നെ ഘടിപ്പിച്ച് നിരന്തരമായി ആധുനികവൽക്കരിച്ചു കൊണ്ടുവരികയാണ് ചൈന. ഒരു എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റർ എന്ന കാറ്റഗറിയിലേക്ക് J-20 വിമാനത്തെ, ഫൈറ്റർ ജെറ്റിനെ ചൈന മുന്നിട്ടിറക്കുന്നു. ചൈനയുടെ ഏറ്റവും നൂതനമായ എയർ ടു എയർ മിസൈലുകളും J-20 ആണ് വഹിക്കുന്നത്. 300 കിലോമീറ്റർ അകലെയുള്ള വ്യോമ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇവയ്ക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.